ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്താണ്, അവരെന്താണ് ചിന്തിക്കുന്നത്, അവരുടെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഇമോഷണൽസ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന റീഡിംഗ് ആയിരിക്കാം, അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കാർഡ്സ് വരുന്നുണ്ട്. ഓക്കെ, യെസ് യെസ്. ഐ വിൽ നോട്ട് എക്സ്പ്ലെയിൻ മൈസെൽഫ്, ഐ നോ ഐ ആം റൈറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പരസ്പരം സംസാരിച്ച് തീർക്കേണ്ടതായിട്ടുള്ള കുറേ പ്രോബ്ലംസ് ആണ് കാണുന്നത്. നിങ്ങളുടെ രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. പക്ഷേ ഒരാൾ അവരുടെ ഈഗോ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്നു. മേ ബി അത് നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെയാണ് നിങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നതും എന്നും വ്യക്തമാകുന്നുണ്ട്. ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ, താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ്. ഓക്കെ, അവരിപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെയാണ്. അവരുടെ ലൈഫിൽ നിങ്ങളെ അവർ നേടിയെടുത്തതിൽ അത്രയും ഒരു ഭാഗ്യശാലിയായ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെന്ന് ചിന്തിക്കുന്നുണ്ട്. ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിത്ത് യു. അതുകൊണ്ട് തന്നെ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളിലാണ്, നിങ്ങൾ അവരുടെ ലൈഫിൽ ഉള്ളപ്പോഴാണ് എന്നും അവരുടെ മനസ്സ് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവരുടെ ചിന്തകളിലൊക്കെയും അങ്ങനെയാണ്. പക്ഷേ ഐ ലവ് യു സോ മച്ച്, വൈ ഡിഡ് യു ബ്രേക്ക് മൈ ഹാർട്ട്. ഇത്രയും ആഴത്തിൽ സ്നേഹിച്ചൊരു എന്നെ എന്തിനാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചത്, എന്തിനാണ് എൻ്റെ ഹൃദയം തകർത്തത് എന്നൊക്കെ അവർ നിങ്ങളോട് ചോദിക്കുന്നു. മീൻസ് അത്രത്തോളം അവർക്ക് ആഴത്തിലുള്ളൊരു മുറിവേറ്റിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഈ ഒരു സെപ്പറേഷനായിരിക്കാം. ചിലപ്പോൾ നിങ്ങളായിട്ട് ഇപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. നിങ്ങൾ അവരുടെ ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ കൊടുക്കുന്നുണ്ടാവില്ല. അതൊക്കെ അവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് എന്നാണ്. നോ എക്സ്പെക്റ്റേഷൻസ്, പ്യുവർലി ലവ്സ് യു. ഇപ്പോൾ ഇങ്ങനൊരു സെപ്പറേഷൻ ചിലപ്പോൾ അവർക്ക് താങ്ങാനും കഴിയുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു സമയത്തും പ്യുവറായിട്ട് ഇപ്പോഴും നിങ്ങളെ അവർ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട് ഈ വ്യക്തിയിൽ. ഈ വ്യക്തി മറ്റ് റിലേഷൻഷിപ്പിലാണോ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളെക്കാൾ പ്രയോറിറ്റി ആയിട്ടുള്ള വേറെ കാര്യങ്ങളുണ്ടോ, അവർക്ക് അവരുടെ കരിയറാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും തമ്മിലുണ്ട്. അതുകൊണ്ട് അവർ കൂടുതലും ക്ലാരിഫിക്കേഷൻ തരാൻ ആഗ്രഹിക്കുന്നത് അവരിപ്പോഴും പ്യുവർലി നിങ്ങളെ തന്നെയാണ് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ മറ്റൊന്നും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ സ്നേഹം മാത്രമാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് യെസ്, ഐ ആം ബിസി വിത്ത് അതർ റെസ്പോൺസിബിലിറ്റീസ്, യു നീഡ് ടു അക്സെപ്റ്റ് ഇറ്റ്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ വിട്ടിട്ട് അവർക്ക് കുറേയധികം റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ജോലിയിലായിരിക്കാം, അവരുടെ ഫാമിലിയിലായിരിക്കാം. മെയിൻലി അവരുടെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അവിടെ എന്തെങ്കിലും ഒരു പെട്ടെന്നുണ്ടായൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നതോ അങ്ങനെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. അതുകൊണ്ട് ഒരു ടെമ്പററി ആയിട്ട് അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയതാണ്. അത് നിങ്ങളെ ഉപേക്ഷിച്ചു പോയതല്ല. അത് അവർ നിങ്ങളോട് ക്ലിയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദെൻ വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, നിങ്ങളുടെ ഒരു മറുപടിക്കായിട്ട് തന്നെയാണ് ഇപ്പോഴും അവർ കാത്തിരിക്കുന്നത്. അവർക്ക് അത്രത്തോളം എക്സ്പെക്റ്റേഷനൊക്കെ ഉള്ള, ഒരുപാട് എക്സ്പെക്റ്റേഷനുള്ള റിലേഷൻഷിപ്പാണിത്. സോ അവർ കാത്തിരിക്കുകയാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് വരാനായിട്ട്, നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. നിങ്ങൾ കുറച്ചധികം ദേഷ്യമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾ പിണങ്ങിക്കളയും, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരും. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സൈലൻ്റ് ആവും. അതൊക്കെ അവർക്ക് ഒരു ഹൃദയം തകർക്കുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. യു ആർ മൈ ഓക്സിജൻ, ഇമ്പോസിബിൾ ടു സ്റ്റേ അലൈവ് വിത്തൗട്ട് മീ. നിങ്ങൾ അവരുടെ ഓക്സിജനാണ്, പ്രാണവായുവാണ്. അതുകൊണ്ട് നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരിവിടെ വെളിപ്പെടുത്തുന്നത്. ഐ ലവ് യുവർ വോയിസ്, ഐ ക്യാൻ ടോക്ക് വിത്ത് യു ഡേ ആൻഡ് നൈറ്റ്. നിങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. ഡേ ആൻഡ് നൈറ്റ് നിങ്ങളോട് ഇങ്ങനെ ത്രൂ ഔട്ട് സംസാരിച്ചിരിക്കണമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അത്രത്തോളം നിങ്ങളോട് എന്തൊക്കെയോ അവർക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഓക്കെ, ഐ നീഡ് സം ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഈ പ്രണയത്തെക്കുറിച്ച് അവർ എപ്പോഴും കൂടുതൽ ഡെപ്തിൽ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ
ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവാം കുറച്ച് ടൈം നിങ്ങൾക്ക് വേണമായിരിക്കും അല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കാമാക്കാനായിട്ട് നിങ്ങൾക്കും കുറച്ച് ടൈം വേണം, നിങ്ങളുടെ പേഴ്സണ് കുറച്ച് ടൈം വേണം എന്നുള്ളതാണ്. പക്ഷേ ഇമോഷണൽ ബാഗേജാണ് ഈ വ്യക്തിയുടെ ഹൃദയം എന്താണ് തകർന്ന് ഇങ്ങനെ അവരുടെ ലൈഫിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി, അവർ ഒരു ശൂന്യതയിലായിപ്പോയി എന്നൊക്കെയുള്ള ഫീലിങ്സാണ് വരുന്നത്. മൈ ഹാർട്ട് ഈസ് ടയർഡ് ഓഫ് ഗെറ്റിംഗ് ഹേർട്ട്, ഐ നീഡ് സ്പേസ്. ഓക്കെ, ഇപ്പോൾ അവർ ഒരുപാട് വേദനിക്കുകയാണ്. ഈ ഒരു സ്പേസിൽ ഈ ഒരു സ്പേസ് അവർക്ക് ആവശ്യമാണെന്നുള്ളതാണ്. കാരണം അവർക്ക് അവരുടെ സങ്കടം ഷെയർ ചെയ്യാൻ പോലും ആരുമില്ല. നിങ്ങൾ ഈ ഒരു സെയിം സിറ്റുവേഷനിലായിരിക്കാം, പക്ഷെ നിങ്ങൾ കുറച്ച് എക്സ്പ്രസീവ് ആയിരിക്കില്ല. ഓക്കെ, ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ്, യു ആർ മൈ വേൾഡ്. നിങ്ങളുടെ എല്ലാ തെറ്റുകളും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കുകളും അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുകയാണ് ഈ ഒരു മൊമെൻറ്റിൽ. ആൻഡ് ചിലപ്പോഴൊക്കെ അവർക്ക് എന്താണ് ഒറ്റപ്പെട്ടു പോയ പോലുള്ളൊരു അവസ്ഥയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഐ വിൽ ഓൾവേസ് വെയിറ്റ് ഫോർ യു ടിൽ മൈ എൻഡ് ഓഫ് ലൈഫ്. അവരുടെ ജീവിതം അവസാനിക്കുന്നവരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാനായിട്ട് അവർ തയ്യാറാവുന്നുണ്ട്. മൈ വേഴ്സ്റ്റ് ഫിയർ ഈസ് ലൂസിങ് യു, ഐ വോണ്ട് ലെറ്റ് യു ഗോ. നിങ്ങൾ അവരുടെ വീക്ക്നെസ് ആണ്, അവരുടെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു ഭയം എന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ ഉറക്കം പോലും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് യു ആർ മൈ ഫേവററ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലെ അവർക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള അത്രയധികം ക്രഷ് തോന്നിയിട്ടുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. അൺകണ്ടീഷണൽ ലവ്. ഓക്കെ, ഡിവൈൻ ലവ്, ഐ ആം ഇൻ യു, യു ആർ ഇൻ മീ. ഇതൊരു ഡിവൈൻ കണക്ഷനാണ്, ഡിവൈൻ ലവ് ആണെന്നൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോടുള്ളത് എന്താണ്, ഉപാധികളില്ലാത്തൊരു പ്രണയമാണ്. ആൻഡ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഇപ്പോൾ എല്ലാ രീതിയിലും ഒരു താല്പര്യവുമില്ലാത്ത രീതിയിൽ നിങ്ങൾ രണ്ടുപേരും സെപ്പറേഷനിൽ പോയിരിക്കുന്നൊരു അവസരം, അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഈ റിലേഷൻഷിപ്പ് അവസാനിച്ച് പോയുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങൾ രണ്ടുപേരും ലൈഫിലുള്ളത്. രണ്ടുപേരും ലൈഫിൻ്റെ രണ്ട് ദിക്കുകളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവിടെ ഒന്നും തന്നെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഓരോ കാർഡ്സ് പറഞ്ഞു തരുന്നത്. പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ, ടുമോറോ, ഫോർ എവർ. ഓക്കെ, ഫോർ എവർ അവർ നിങ്ങൾ അത്രയും പാഷനേറ്റായിട്ട് തന്നെ സ്വീകരിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അത്രയും അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കാനൊന്നും കഴിയില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. സീക്രട്ട് ലവ്. ഓക്കെ, ഐ ലവ് യു ഡീപ്ലി. അത്രയും ഡീപ്പായിട്ട് അവർ പ്രണയിക്കുന്നുണ്ട്. പക്ഷേ അവർ ഒരിക്കലും പോലും അവരുടെ പ്രണയം ഇത്രയും ആഴത്തിലുണ്ട് എന്നുള്ളത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, യു സ്റ്റോൾ മൈ ഹാർട്ട് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ. നിങ്ങളാണ് അവരുടെ ഹൃദയം കവർന്നെടുത്തത്. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ, ആദ്യത്തെ കണ്ടുമുട്ടലിൽ തന്നെ അവരുടെ ഹൃദയം നിങ്ങൾ കവർന്നെടുത്തൊരു വ്യക്തിയാണ്. യുവർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടുവേർഡ്സ് യു. ഓക്കെ, വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ, അവർ ഡീപ്പായിട്ടല്ല നിങ്ങളെ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട്, നിങ്ങളെ അവരുടെ ലൈഫിൽ മിസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ പരസ്പരം തുറന്ന് സംസാരിക്കേണ്ട ഒരു അവസരമാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് തരാൻ പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങൾക്കിടയിലുള്ളൂ. രണ്ടു പേരിൽ ആർക്കും ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ രണ്ടു പേർക്ക് ഈഗോ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് പരസ്പരം തെറ്റുകൾ സമ്മതിക്കാനും അക്സെപ്റ്റ് ചെയ്യാനൊക്കെ മടിയാണ്. അതിൻ്റെ പേരിൽ നിങ്ങളിങ്ങനെ ലൈഫിൽ എൻജോയ് ചെയ്യേണ്ട സമയങ്ങളില്ലാണ്ടാക്കരുത്. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ഇതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെപ്പറേഷനിൽ തുടരാതെ ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ആ വ്യക്തി അതിന് വേണ്ടി തയ്യാറായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഓവറോൾ എനർജിയിൽ നമുക്ക് മനസ്സിലാവുന്നത്. അവരുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എല്ലാം തന്നെ നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. അവർ അത്രത്തോളം ഹൃദയം തകർന്നിരിക്കുന്ന ഒരു സമയത്തിലാണുള്ളത്. നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് ഒന്നും അറിയില്ല. കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ആ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കൊരു അവസരം കൊടുക്കുക. ഓക്കെ, മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഡെയിലി ഒരു 5 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ അതിന് വേണ്ടി മാറ്റി വയ്ക്കുക. അതിനായിട്ടൊന്നും നിങ്ങൾ കൂടുതൽ പ്രിപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട. ഉറക്കം എണീക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ ഏർലി മോർണിംഗിൽ നിങ്ങൾ ആ ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട് 5 മിനിറ്റ് ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്താൽ മതി. ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ലൈഫിൽ വരാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു അഫർമേഷൻ അവിടെ പറയാൻ ശ്രമിക്കുക. ഓക്കെ.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കൊന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.